Hi guys, everybody, welcome to Christian Krishmi World. Hello. Don't you see my bed? Okay. ഇത് ഞങ്ങളിപ്പം ഇവിടെ ഉള്ളത് ഞങ്ങൾ തായ്ലൻഡിലെ ബാങ്കോക്കിലാണ്. സ്ലോ കണ. This is my bed, top bed, and this is my down bed. സോ ഞങ്ങളിപ്പം ബാങ്കോക്കിലാണുള്ളത്. ഇപ്പം ഇത്ര ദിവസം ഞങ്ങൾ പട്ടായയിലായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. പക്ഷേ നല്ല ചൂടാണ്. എന്തൊരു ആ ചൂടിന് ഒരു സുഖമുണ്ട് പറഞ്ഞ പോലെ. Guys, don't laugh. My dad is smoking. പിന്നെ എല്ലാം നല്ല രീതിയിലായി. ഞങ്ങൾ പോയി എല്ലാ സ്ഥലത്തും കണ്ടു, പാരസൈൽ ചെയ്തു, അണ്ടർ വാട്ടർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ ഇടുന്നുണ്ട് വീഡിയോസ്. പിന്നെ എങ്ങനെയുണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ബട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, തായ്ലൻഡിൽ ഞാൻ കണ്ടത് റിയലി സോ ക്ലീൻ. റോഡൊക്കെ എത്ര ക്ലീൻ ഉണ്ട് അറിയോ? ഒരു പേപ്പർ പോട്ട്, ഒരു ചെറിയ തീപ്പെട്ടിക്കൊള്ളി പോലും ഇല്ല റോഡിൽ. ക്രിഷ് അപ്പോൾ അതാ പറയാ, എന്താ പറയുക, നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ ഇങ്ങനെ ടൂറിസ്റ്റ് പീപ്പിളൊക്കെ വരുമ്പോൾ അവർ പറയും നോക്കി എന്ത് ക്ലീനാണ്. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞു. അതേപോലെ എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അതാ പറയുന്നത്, ഇന്ത്യ ആണ് ഇങ്ങനെ ആയിരിക്കും, എന്ത് ക്ലീനാണ്. പക്ഷെ ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പം 3 ദിവസമായിട്ട്. പക്ഷേ ഓക്കെ, എന്തോ പറയുന്നു. Songkran is the festival. It is a horrible festival. If they're Thailand ഇറ്റ്സ് നോട്ട് ഹോറിബിൾ, ഇറ്റ് ഈസ് എ ഗുഡ് ഫെസ്റ്റിവൽ. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ എന്താ അറിയോ, അവരത് പറഞ്ഞിട്ട് എന്തോ മനസ്സിലാവാത്ത കളി. അല്ല എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് മനസ്സിലായില്ല. മോളുണ്ടായിരുന്നല്ലോ ഞങ്ങളപ്പോൾ പോകുമ്പോൾ നമുക്ക് ഒരു പിക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പിക്കപ്പ് വാൻ ഓപ്പൺ ആയിരിക്കും. അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു. യു എസ് വന്ന കുറച്ച് ആൾക്കാരുണ്ട്, തായ്വാനിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സ്ഥലത്തു നിന്ന് ആൾക്കാർ. ബട്ട് റിയലി സോ ഗുഡ് പീപ്പിൾ ദേ ആർ, യു നോ. ബിക്കോസ് ഞങ്ങൾ പറയുന്നുണ്ട് അവരുടെ അടുത്ത്, ഇങ്ങനെ ഞങ്ങൾ ഹോലിയൊക്കെ ഉണ്ടാവില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ, കർണാടകയിൽ ഹോലി ഉള്ള പോലെ. അവരുടെ പറയുന്നുണ്ട്, ഞങ്ങള് കുട്ടിയുണ്ട് വെള്ളം ഒഴിക്കല്. അവർ ബക്കറ്റിൽ കൊണ്ടുവന്നിട്ടാണ് വെള്ളം. അത് എന്ത് തണുത്ത വെള്ളം അറിയോ ഒഴിക്കുന്ന. കുട്ടിക്ക് അറിയാൻ തുടങ്ങി. പിന്നെ ലാസ്റ്റ് കുറേ കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് കുറേ വെള്ളം ഇങ്ങനെ ഇവിടുന്നൊക്കെ ഞങ്ങൾ ട്രാഫിക്കിൽ ഇങ്ങനെ സ്റ്റോപ്പ് ആകുമ്പോൾ അപ്പം എന്ത് ചെയ്തറിയോ ലാസ്റ്റ് പറയും. പിന്നെ I didn't love 2 people. That was one with a blue mask, and my dad told, hey, baby is there, and he's even not hearing that, and he even throw it. And one time our American friend, they got up because they are protecting Krishvi. So I did not get up because I was not even one single wet, just I got in my pant. And the next one I don't like is the American guy. The old guy told, he's not an American guy, Krish. He's a Thai. He's from Thailand only. no, he's But from America. So And even he was gonna pour the water. Then my dad told, there is a baby, and he's saying where. No, he said, oh, that baby is a, but you are not a baby, right? പറഞ്ഞിട്ട് വിനായകൻ്റെ മേത്തേക്ക് പെട്ടെന്ന് നമ്മൾ മുഖത്ത് കുറേ വെള്ളം എടുത്ത് വയ്ക്കുമ്പോൾ ശ്വാസം കിട്ടൂല. അങ്ങനെയൊക്കെ ആയിപ്പോയി. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ അങ്ങനെ അവർ കുറേ ചെയ്തു. പിന്നെ എല്ലാവരും എന്ത് ചെയ്തു, വെള്ളം ഒഴിക്കുമ്പോൾ എണിച്ച് നിന്നാളും നമ്മളെ ഇനിയും കുട്ടീനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കുട്ടിക്ക് വെള്ളം തട്ടരുത് പറഞ്ഞിട്ട്. സോ അതൊരു ബാഡ് എക്സ്പീരിയൻസ് ആയി. പിന്നെ ഒരു US ആൻറ്റി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. റിയലി ഷി വാസ് വെരി കൈൻഡ്. ഓക്കെ, ഞങ്ങളിങ്ങനെ ഞാൻ നിൽക്കുകയായിരുന്നു, ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ ഇങ്ങനെ പൊത്തി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ വലിയൊരു പാത്രത്തിൽ കൊണ്ടുവന്നിട്ട് അയിമ ക്യാപ്പ് പൊന്തിച്ച് അയിമ തലയിൽ കൂടെ പെട്ടെന്ന് വെള്ളം വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കുക. അതേപോലെ അയിമ ശ്വാസം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. സോ ദാറ്റ് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇവിടുത്തെ ഫുഡ് പറഞ്ഞാൽ ഇന്ത്യൻ ഫുഡ് കിട്ടാൻ ഭയങ്കര കഷ്ടമാണ്. അവരെ ഫുഡ് കഴിക്കണം. Thailand people, your food is amazing. പക്ഷേ ഇവൻ പറയും ഒന്നും കഴിക്കൂല, അത് വേറെ കാര്യം. ഇവൻ ഇന്ത്യൻ്റെ ബർഗറും മറ്റേ എന്താ പറയുക, എന്തായിരുന്നു കൃഷി അത് അല്ല
അല്ല സോസേജും അത് മാത്രമേ ഉള്ളൂ കഴിച്ചു, വേറെ ഒന്നും കഴിച്ചില്ല. Thailand people, tell one store in the comments where is one 7-Eleven with sushi. One store, Thailand people. അത് പിന്നെ കിട്ടിയതും ഇല്ല. ഇവൻ ചോദിച്ചു അത് ആരോ അടിച്ചു പോയി. ശരി, അപ്പം അങ്ങനെയാണ്. ഇതൊക്കെ ആയിരുന്നു നമ്മളെ വിശേഷം. ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഇവരിപ്പോൾ ഒന്ന് പുറത്തിറങ്ങില്ല, ഇന്ന് കുറച്ച് റെസ്റ്റ് എടുത്തു. ഇപ്പം ഒന്ന് വൈകുന്നേരം കുറച്ച് ലേറ്റാണ്. ഇന്ത്യ ടൈം സംബന്ധിച്ച് ഇവിടെ 1.5 മണിക്കൂർ വേഗമാണ്. അപ്പം ശരി, അപ്പം നമുക്ക് പിന്നെ കാണാം. ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും പിന്നെ തരുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് നിങ്ങൾ പറഞ്ഞതാണ് ഹൈലൈറ്റ്സ് എന്തൊക്കെ ആയിരുന്നു. Okay then, take care, bye bye. This is bye from everyone.